ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിൻ്റെ സെക്രട്ടറിയായ ശ്രീ അജനചന്ദ്രനാണ് നമ്മുടെ അടുത്ത അതിഥി. ഭാവിയിലേക്കുള്ള കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിൽ ഈ സ്കൂൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഉഷയോടും അജനചന്ദ്രനോടും ചോദിക്കാം. ഞാൻ വരവേൽക്കട്ടെ ശ്രീ അജനചന്ദ്രൻ. എങ്ങനെയാണ് ഈ ഒരു സ്കൂൾ തുടങ്ങാനുള്ളൊരു ഐഡിയ ഉണ്ടായത് എങ്ങനെയാണെന്ന് എനിക്കറിയാം, കാരണം ഉഷ അതിനെപ്പറ്റി പറഞ്ഞു. എന്നാണ് ഈ സ്കൂൾ ആരംഭിക്കുന്നത്, എവിടെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ട്. ഞാൻ ഫുക്കുവോക്ക ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ വാങ്ങി വന്ന സമയത്ത് കുറച്ച് ലോക്കലായിട്ടുള്ള കുറച്ച് കുട്ടികൾ അവർ തന്നെ സെലക്ട് ചെയ്തിട്ട് PT ഉഷയ്ക്ക് സ്നേഹോപഹാരം എന്നും പറഞ്ഞിട്ട് കുറച്ച് കുട്ടികളെ എനിക്ക് തരിക ചെയ്തത്, ഈ അജനചന്ദ്രനും പ്ലസ് 3 ആൾക്കാരും കൂടെ. അപ്പോൾ അവരത് തന്ന സമയത്ത് എൻ്റെ ഏതായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിനിങ് ചെയ്യും, എനിക്ക് ഏതായാലും ജോഗ് ചെയ്യും. അപ്പോൾ എൻ്റെ അറിവ് ഉള്ളിൽ വെച്ച് ഒതുക്കി വെക്കാതെ അത് മറ്റുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, അതെനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കൊടുക്കുമ്പം ഞാൻ ഏതായാലും ചെയ്യുന്ന സമയത്ത് അത് വേസ്റ്റ് ആകാൻ പാടില്ലല്ലോ, അത് വേസ്റ്റ് ആകും. അപ്പോൾ അങ്ങനെ ആ കുട്ടികളെ അതിൽ നിന്ന് കുറച്ച് പേരെ വെച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് പിന്നെ അജനചന്ദ്രൻ വന്നിട്ട് പറയുകയാണ്, അപ്പം സംസാരിക്കുകയാണ് നമ്മളുമായിട്ട് നമ്മളുടെ ഐഡിയാസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെയാണ് നമ്മളെ കൂടെ എനിക്ക് മനസ്സിലായി എന്നെ പോലെ കമ്മിറ്റഡ് ആയിട്ടുള്ള എൻ്റെ കൂടെ നിൽക്കാനായിട്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ നമ്മളെ കൂട്ടത്തിൽ എൻ്റെ ഹെഡ് ചെയ്യുന്നത് അജനചന്ദ്രനാണ്. ഞാൻ എപ്പോഴും വിശ്വസിക്കാറ്, ഞാനെന്ന് പറഞ്ഞാൽ ഒരു നാടിൻ്റെ ഒരു സ്പോർട്സിനെ സ്നേഹിക്കുന്ന ഒരു ആൾക്കാർ ഒരു പ്രതിയായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഇവരെ പോയി സംസാരിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് തോന്നി, ഞാൻ ആദ്യമായിട്ട് പോയി സംസാരിക്കുന്ന ഈ കാര്യമാണ്, എങ്ങനെ ചെയ്യുക ഉഷ സ്കൂൾ അത്ലറ്റിക്സ് PT ഉഷയ്ക്ക് ജന്മനാടിൻ്റെ സ്നേഹോപഹാരം. അതാണ് പിന്നെ വലുതായി ഞങ്ങളെല്ലാം സ്വപ്നം കാണുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വലിയൊരു ഐഡിയ ആയിട്ട് വരും. ഞങ്ങൾ ഈ നാടിൻ്റെ ഈ കൊയിലാണ്ടിയിൽ നിന്ന് ഇതേപോലെ മോസ്കോ ഒളിമ്പിക്സോ അതേപോലെ സ്ഥലങ്ങളൊന്നും കാണും, ഇതേപോലത്തെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലത്തെ ട്രെയിനിങ് സെൻറ്ററുകളൊന്നും കണ്ടിട്ടൊന്നുമില്ല. അതെല്ലാം കണ്ട് ഇതെല്ലാം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സത്യം പറഞ്ഞ ഒരു ജീനിയസ് എന്ന് വെച്ചാൽ, എന്ത് ചെയ്യുമ്പോഴും നമ്മളൊരു സാധാരണക്കാരൊരു കാര്യം ചെയ്യുമ്പം അതിൻ്റെ മുകളിൽ കാണുന്ന ലക്ഷ്യത്തിൻ്റെ അപ്പുറത്തേക്ക് അവരെ വാക്കിലും പ്രവൃത്തിയിലും നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നത്, നമ്മളെ അതിൻ്റെ കൂടെ നിർത്തുന്നത്. അതായത് നമ്മൾ ഭൂമിയിലേക്ക് വന്നത് തന്നെ ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അവർ വല്ലാതെ നമ്മൾ ഇൻസ്പയർ ചെയ്യും. അപ്പോൾ നമുക്ക് തോന്നുകയാണ് അങ്ങനെയുള്ള ഒരാൾ നമ്മൾ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. അപ്പം ഞാനിവിടെ ഇരിക്കുന്നത് ശരിക്കും എൻ്റെ കൂടെ ശരിക്കും അത്രയും ആൾക്കാരുണ്ട്. ഈ കൊയിലാണ്ടിയിലെ ജനങ്ങൾ മുഴുവൻ ഇതിന് സപ്പോർട്ടാണ്. ഇതൊരു ജനകീയമായിട്ടുള്ളൊരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഒരു വലിയൊരു സംഭവമായി വരികയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറയാം, ഇതേപോലുള്ള വ്യക്തികൾ സാധാരണ ചെയ്യുന്നതാണെങ്കിൽ അവരുടെ ബുദ്ധി കഴിവ് ഒന്നുകിൽ വലിയൊരു പൈസ ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും ഒരു പ്രൊജക്റ്റിലേക്ക് തിരിക്കും. അതെ, കനത്ത ഫീസൊക്കെ വലിയ സംഭവമാണ്. സ്കൂളിലാണ് എൻ്റെ കുട്ടി ട്രെയിൻ ചെയ്യുന്നത് പറയാൻ വലിയ ഹിന്ദി നടന്മാർ അങ്ങനത്തെ ആൾക്കാർ വരെ കണ്ടാൽ പറയാം, പറഞ്ഞിട്ടുണ്ട് അവരുടെ മകന് വന്നിട്ട് എത്ര രൂപയാണ് ഫീസ്, അവരെ വിചാരിച്ച ആ രീതിയിലുള്ള പേര് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എത്രയോ ആൾക്കാർ വലിയ വലിയ ബിസിനസ് ആരുടെ മക്കളൊക്കെ വന്നിട്ട് എൻ്റെ കുട്ടി ഇതിൽ ചേർക്കണം, അതിനെന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് ആ രീതിയിലുള്ള മെയിലൊക്കെ വരും. ആ രീതിയിൽ അവർക്ക് വേണമെങ്കിൽ മാറാമായിരുന്നു ഒന്ന്. അല്ലെങ്കിൽ അവർക്ക് ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിൻ്റെ ഒരു പരിസ്ഥിതിയിൽ ഒരു അധികാരത്തിൻ്റെ ഏത് കേന്ദ്രത്തിലെത്താം. എനിക്ക് വ്യക്തിപരമായിട്ട് ഇപ്പം 99 മുതൽ എന്നും ഇപ്പം ശ്രീനേട്ടനെ ഉഷാജീനെ ഡെയിലി കാണുക, വിളിക്കട്ടെ, ഞങ്ങൾ ഒന്നിച്ചിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം ഇവരിപ്പോൾ വിചാരിച്ചാൽ ഇന്ത്യയിൽ ഏത് സ്ഥാനത്ത് എത്താമായിരുന്നു കഴിഞ്ഞ 5 വർഷം കൊണ്ട്. ആ അധികാര സ്ഥാനങ്ങളെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഇങ്ങനൊരാൾ നിൽക്കുമ്പോൾ നമ്മൾക്ക് ചെയ്യാനൊന്നേ ഉള്ളൂ, അതിന് സഹായിച്ചു കൊടുക്കുക. 100% ഇതിനോട് കമ്മിറ്റ്മെൻറ്റ്. ഇപ്പം നേരത്തെ ഇതിൻ്റെ മുമ്പ് ഈ സംസാരിച്ച രാജേട്ടനൊക്കെ പറഞ്ഞ പോലെ അതൊരു സംഭവം നമ്മൾ കണ്ടു പഠിക്കേണ്ടതാണ്. ഇപ്പം നമ്മളൊരു കാര്യത്തിന് ഇപ്പോൾ സ്കൂൾ മീറ്റിൽ കുട്ടികളെ കൊണ്ടുവന്നൊരു കാര്യം നമ്മളെപ്പോഴും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പം നമ്മളൊരു കാര്യം സംസാരിച്ചാൽ 5 മണിക്ക് പോകാൻ നിങ്ങൾ ഞാൻ 6 മണി, നമുക്ക് 5:30 പോകാൻ കഴിയും. അതില്ല. കുട്ടികളെ കാര്യം അത്ലറ്റിക്സിൻ്റെ കാര്യമാണോ, നോ കോംപ്രമൈസ്. അതിനൊക്കെ എനിക്ക് ഇഷ്ടം പോലെ ചീത്ത അത്രയും സ്നേഹമാണ്. എത്ര കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നുണ്ട്? 10 പിള്ളേരെ. ഇപ്പോൾ ഒരു
10 പേരിലുള്ള 6 പേര് പങ്കെടുത്ത സ്കൂൾ നേഷൻസ് ആയിരുന്നു. അപ്പോൾ അതിൽ 2 ഗോൾഡ് 4 സിൽവർ 2 ബ്രോൺസ് വാങ്ങി. വെരി ഗുഡ്. അത് ഈ 2 ഗോൾഡ് മേടിച്ച കുട്ടി ഓൾറെഡി അവളുടെ എന്താ പറയുക, അവൾ കാണിച്ചു കഴിഞ്ഞു, അവൾ ഇതാ വരുന്നു എന്നുള്ളത് കാണിച്ചു കഴിഞ്ഞു, വരുന്നു ടിൻറ്റു ലുക്ക. പക്ഷെ നെക്സ്റ്റ് വന്നിരിക്കുന്ന സിൽവർ മെഡൽ ആണെങ്കിലും 100 മീറ്റേഴ്സിന്റെ ആൾ മോശക്കാരിയല്ല. കാരണം നമ്മളുടെ ഒരു സ്റ്റേറ്റ് സ്കൂൾ മീറ്റോ അല്ലെങ്കിൽ നാഷണൽ സ്കൂൾ മീറ്റിൽ വിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം, ഭയങ്കര കോമ്പറ്റീഷനായി. ഇപ്പോൾ മറിച്ച് നെക്സ്റ്റ് ഇയറിൽ വരുമ്പോൾ അവർ എവിടെ ഉണ്ടാവില്ല. പക്ഷേ ഞങ്ങളുടെ 100 മീറ്റേഴ്സ് സിൽവർ വന്ന കുട്ടീൻ്റെ പ്രസൻസ് അവൾ സബ് ജൂനിയറിലേ കാണിച്ചു വരുന്നു. ആ സമയത്ത് ഫസ്റ്റ് വന്ന ആൾക്കാർ ഇപ്പോൾ ഇല്ല. അപ്പോൾ ആ കുട്ടി നല്ലതാണ്. പ്ലസ് നമ്മൾ മറ്റ് ഈ ഇപ്പോൾ 100 മീറ്റേഴ്സ് സബ് ജൂനിയർ ഗേൾസിൽ വന്നിരിക്കുന്ന സ്വാതിപ്രഭ നന്നായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഒരു 4 പേര് അവർ കുഴപ്പമില്ല എന്ന് കാണിച്ചു, ഒരാൾ അതിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ടായി ഇപ്പോൾ ഏഷ്യൻ ജൂനിയർ മീറ്റിന് വരെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത സ്റ്റേജിലേക്ക്. അല്ല, അതിൽ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ അക്കാദമി ഉഷ സ്കൂൾ അത്ലറ്റിക്സ് കേൾക്കുമ്പോൾ PT ഉഷ എന്നുള്ള വ്യക്തി അതിൻ്റെ ഹെഡായിട്ട് ഇങ്ങനെ ഇരിക്കുക, കുറേ കോച്ചുമാരെ വെച്ച് ട്രെയിൻ ചെയ്യിക്കുന്നതല്ല. ഗ്രാസ് റൂട്ട് ലെവലിൽ കുട്ടികളെ കൂടെ നിൽക്കാണ്, കോച്ചിങ് കൊടുക്കുന്നവരാണ്, കുട്ടികൾക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്നവരാണ്, ഈ കഴിഞ്ഞ പൂന മീറ്റിൽ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തവരാണ്. എന്നെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം കുറച്ച് ആൾക്കാരുണ്ട്, കമ്പനീസ് അല്ലെങ്കിൽ അതിലാണ്. അതെന്ന് വെച്ചാൽ അവരാണ് സത്യത്തിൽ എൻ്റെ ശക്തി എന്നൊക്കെ പറയാം ഇത് ചെയ്യാനുള്ള. കാരണം എന്ന് വെച്ചാൽ കുട്ടികളെ വളർത്തി ഫീസ് മേടിക്കുന്നില്ലല്ലോ, A to Z ഞങ്ങൾ ഫ്രീ ആയിട്ടല്ലേ ചെയ്തു കൊടുക്കുന്നത്. അത് കുമാരി ശിവലാൽ, ഈ നമ്മളെ ഇൻഫോസിസിന്റെ കോ ഫൗണ്ടർ ഉണ്ടല്ലോ, ഫൗണ്ടറായിരുന്നു ശിവലാലിന്റെ ഭാര്യ, അവരെ ഭാര്യയാണ് ഞങ്ങളെ 6 കുട്ടികളെ സ്പോൺസർ ചെയ്യുന്നത്. പിന്നെ ഈ CFO എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇൻഫോസിസിന്റെ, എനിക്ക് എന്ത് പ്രശ്നം വരികയാണ് അവർ ഫ്രണ്ടിൽ ഉണ്ടാവുന്നുള്ളതാണ്, എന്ത് കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർ പല കാര്യത്തിനും ഞാൻ ബുദ്ധിമുട്ടിക്കാറില്ല, നല്ല നല്ല കാര്യങ്ങളിന് വേണ്ടി മാത്രമല്ലാതെ. അപ്പോൾ അവർ നല്ലൊരു സപ്പോർട്ടറാണ്. പിന്നെ ഞങ്ങളുടെ ഹോസ്റ്റൽ തന്നെ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് തന്നെ മലയാളി ആണെങ്കിലും PNC മേനോൻ, ആൾ ബാംഗ്ലൂരിലാണ്. പിന്നെ നമ്മളെ തന്നെ സുധാമൂർത്തി മാഡം ഉണ്ടല്ലോ, നമ്മളെ ഇൻഫോസിസ് കമ്പനി ഇല്ലെങ്കിലും അതിന്റെ ആൾക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. സുധാമൂർത്തി മാഡം, പിന്നെ കോഴിക്കോടുള്ള രാജൻ സാറിന്റെ ഒക്കെ അവരൊക്കെ നമ്മളെങ്ങനെ കുറച്ച് കൂട്ടം, വലിയ ആൾക്കാരൊന്നും വലിയ കമ്പനീസ് ഒന്നുമില്ല, അവര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സ്കൂളും ഗൾഫാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ സ്കൂളിനെ പറ്റി ഒരു പ്രതീക്ഷ എന്താണ്? ഞങ്ങളുടെ ലക്ഷ്യം 2012 ഒളിമ്പിക്സിൽ മെഡൽ നേടുക, അതിന് അങ്ങോട്ടേക്ക് മെഡൽ നേടിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഒരു മെഡലോട് കൂടി അത് സ്റ്റോപ്പ് ആവാൻ പാടില്ല. ഈ നമുക്ക് ഈ 2012 ഒളിമ്പിക്സ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ കൂടെ ഈ സ്പോർട്സിന്റെ സംഘാടകരായി നിൽക്കുന്നവർക്ക് അത് അത്രത്തോളം അങ്ങ് സുഖിക്കുന്നില്ല മാത്രം, അതൊന്നും പറ്റില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് നല്ല രീതിയിലേക്ക് അവർ അതിനെ എടുക്കുന്നത് തോന്നില്ല നമുക്ക്. പിന്നെ ഏറ്റവും രസം വെച്ചാൽ 5 വർഷം മുമ്പ് ഞങ്ങളൊരു ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിനെ പോയി കണ്ട്, ഇങ്ങനെ 2012 ഒളിമ്പിക്സ് ആണ് ലക്ഷ്യം എന്ന് പറഞ്ഞ അയാൾ ആദ്യം അതെന്ത് കാര്യത്തിനും ഒരു തുടക്കത്തിൽ അങ്ങനെയുള്ള ഒരു നിരുത്സാഹപ്പെടുത്തൽ ഉണ്ടാകും. പക്ഷെ അതും അതിജീവിച്ച് നമ്മുടെ ലക്ഷ്യം നേടുമ്പോഴാണ് നമുക്കൊരു പൂർണ്ണ സംതൃപ്തി. PT ഉഷ എന്ന നമ്മുടെ പ്രിയങ്കരിയായ കായിക താരത്തെ നമ്മളിപ്പോൾ തൊട്ടറിയുന്നത്, അടുത്തറിയുന്നത് അവരുടെ കൂട്ടുകാരിലൂടെ, ഡോക്ടറിലൂടെ, ഭർത്താവിലൂടെ, സഹപ്രവർത്തകരിലൂടെ, പത്രപ്രവർത്തകരിലൂടെ, ഫോട്ടോഗ്രാഫറിലൂടെയൊക്കെയാണ്. PT ഉഷ എന്ന ആ താരത്തിൻ്റെ വിജയത്തിന് പിന്നിൽ അനുഭവിച്ച വേദനകളും സ്വപ്നങ്ങളും എല്ലാം ഇന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും PT ഉഷ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ആ സ്വപ്നം 2012 ഒളിമ്പിക്സിൽ തനിക്കൊരിക്കലും നേടാൻ കഴിയാത്ത ആ മെഡൽ തൻ്റെ സ്റ്റുഡൻസിനെ കൊണ്ട് നേടിക്കണം എന്ന ആഗ്രഹമാണ് ഇപ്പോൾ PT ഉഷ നമ്മളോട് തുറന്ന് പറഞ്ഞത്. ആ ആഗ്രഹം സഫലീകൃതമാകട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. കാണാം അടുത്ത ഞായറാഴ്ച.